ജോസഫ് പാംപ്ലാനി എന്ന് പറഞ്ഞ പുരോഹിതൻ്റെ ചില വാക്കുകളാണ്. ബിഷപ്പ് തലശ്ശേരി രൂപത അധ്യക്ഷനാണ്. അതെ, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ലോഹയൊക്കെ ധരിച്ച് അല്ലെങ്കിൽ കുരിശുമാലയൊക്കെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, പാമ്പ്ലാനി എല്ലാ ദിവസവും വീട്ടിൽ പോകുന്ന ആളാണോ? ആ വീട്ടിലേക്ക് അരമനച്ചിലെന്ത് കാര്യമായിരിക്കും. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണോ ഇന്ത്യ നിലനിൽക്കുന്നത്? അത് ഈ പാമ്പ്ലാനി എന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളിയല്ലേ, ഈ ഒരു റബ്ബറിന് 300 ആക്കിയാൽ ഒരു MP തരാമെന്ന് പറഞ്ഞ് തെറികെട്ട ആൾ. അതെ. പിന്നീട് ഈ രാജീവ് ചന്ദ്രശേഖരന് നന്ദി പറഞ്ഞു. മുനമ്പം അല്ല, ഛത്തീസ്ഗഡ് വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതിന് നന്ദി പറഞ്ഞു, അതിനുവേണ്ടി തെറികേട്ട ആൾ. ഇപ്പൊ പുള്ളി ഇങ്ങനെ പറയുന്നില്ലേ, ഇന്ത്യയിൽ ശിരോവസ്ത്രം അല്ല തിരുവസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ കുരിശുമാലയിട്ട് പുറത്തിറങ്ങിയാൽ വീട്ടിൽ ചെല്ലും ഒന്ന് ഉറപ്പില്ല എന്ന് പറയുന്നു. അത് വലിയൊരു വിദ്വേഷം നിറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നും. അതെ. അത് അപ്പം നിങ്ങൾ പറയും അത് നിങ്ങൾ ഈ സംഘപരിവാർ അനുകൂലികളും BJP അനുകൂലികളും ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്ന് മറുവാദവും വരും. ശരി, നമുക്ക് അഭിപ്രായമൊന്നുമില്ല. ഇത് ഫരീദാബാദ് എന്ന സ്ഥലമുണ്ട്, അറിയാമല്ലോ, ഫരീദാബാദ്. അവിടെയുണ്ട് ഈ അതിരൂപതയും രൂപതയും ഒക്കെ. അവിടുത്തെ അതിരൂപതയുടെ സഹായം മെത്രാൻ്റെ പേര് മാർ ജോസ് പുത്തൻ വീട്ടിൽ നിന്നാണ്. പുത്തൻ വീട്ടിൽ ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഈ പാമ്പ്ലാനി കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു സംഘടനയുണ്ട്. സംഭവം മനസ്സിലായി, കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക പ്ലസ് കോൺഗ്രസ്. അപ്പോൾ അവിടെ പോകുമ്പോൾ പാമ്പ്ലാനി ഇങ്ങനെയല്ലേ പറഞ്ഞു പറ്റുള്ളൂ. വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ കുരിശ് കണ്ടാൽ അവിടുത്തെ ബജറംഗ ദള്ളുകാർക്ക് വിറളിയെടുക്കും, അവർ വന്നിട്ട് ഇവരെയൊക്കെ ശരിയാക്കും, കന്യാസ്ത്രീകളെയൊക്കെ ശരിയാക്കും, പള്ളി പൊളിക്കും, ബിഷപ്പുമാരെ ശരിയാക്കും, ഒക്കെ ഒരു രക്ഷയില്ല വീട്ടിൽ പുറത്തോട്ടിറങ്ങിയാൽ. അതുകൊണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ പുറത്തിറങ്ങാതെ ലൈറ്റൊന്നും ഇടാതെ വീടിനകത്ത് ഒളിച്ച് താമസിക്കുകയാണ്. പുറത്ത് ആരെങ്കിലുമൊക്കെ കൊണ്ട് വന്നിട്ട് വാതിലിൽ മുട്ടും, അപ്പോൾ അവർ ചെറിയ കിളിവാതിൽ തുറക്കും, അകത്തൂടെ ഫുഡകത്തോട്ട് കൊടുക്കും, അത് മേടിച്ച് കഴിച്ചിട്ടാണ് ഇവരവിടെ കഴിയുന്നത്. പുറത്തിറങ്ങാനേ ഇല്ല, ഒരു കാര്യത്തിനും പുറത്ത് പോകത്തില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള നമ്മുടെ ആളുകൾ കാണുന്നുണ്ടല്ലോ. കാരണം നിങ്ങൾ വഴിയിലൊരു കന്യാസ്ത്രീയോ ഒരു അച്ഛനെയോ കണ്ടിട്ട് എത്ര കാലമായി. പാമ്പ്ലാനി പറഞ്ഞ പോലെ അവരൊക്കെ ഇങ്ങ് ഒളിവിലാണ്. കണ്ടാൽ അപ്പം ശരിയാക്കും, അപ്പം കശപ്പ് ചെയ്യും ഈ സംഘി ഭീകരന്മാർ, ബജ്രംഗദൾ ഭീകരന്മാർ എന്നൊക്കെയാണ് ഈ മനുഷ്യൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ നമ്മൾ പറയുന്നത് വൈദിക വൃത്തി ചെയ്യുന്നവരൊക്കെ സത്യം പറയണമെന്നാണ് പറയുന്നത്, അല്ലേ? അതെ. പച്ചക്കള്ളം പറയുകയാണ് ഇയാളെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. മാർ പുത്തൻപറമ്പിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. മലയാളത്തിലെ പത്രങ്ങളൊന്നും വലിയ പ്രാധാന്യത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഫരീദാബാദ് അതിരൂപതയുടെ ആക്സിലറി ബിഷപ്പാണ്, സഹായമെത്രാനാണ്. ഞാൻ പഞ്ചാബിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. ഞാനീ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ഒളിവിലൊന്നും മുണ്ടും മടക്കി കുത്തി തലയിൽ കെട്ടുമൊക്കെ കെട്ടി ഒരു ടർബനും ഒക്കെ വെച്ച് സിക്കുകാരനെ പോലൊന്നും അല്ല നടക്കുന്നത്. ഞാൻ തിരുവസ്ത്രം ധരിച്ച് കുരിശുമാലയിട്ട് കൊന്തയിട്ട് ഞാൻ നടക്കുന്നു. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്നോട് മറ്റു മതസ്ഥർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, വടക്കേ ഇന്ത്യയിൽ കൂടുതൽ ഹിന്ദുക്കളാണല്ലോ, അവരൊക്കെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്. എന്നെ ആരും വഴി തടയാറില്ല. എൻ്റെ അതിരൂപതയിലുള്ള വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ പുറത്തു പോകുന്നുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ തിരുവസ്ത്രം ധരിച്ചാൽ കൊന്തയും കുരിശും കണ്ടാൽ ഇന്ത്യയിൽ ആളെ കൊല്ലും എന്നൊക്കെ പറയുന്ന പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പാമ്പ്ലാനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചീറ്റിയ വിഷം, ഒരു വിഷപ്പാമ്പിനെ പോലെ വിഷം ചീറ്റിയപ്പോൾ അതിൻ്റെ പത്തിക്കടിച്ചിരിക്കുകയാണ് ബിഷപ്പ് പുത്തൻപറമ്പിൽ. അദ്ദേഹം കേരളത്തിലല്ല ഇരിക്കുന്നത്, എവിടെയാണ്? ഈ സംഘിസ്ഥാൻ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു ഒരു പ്രശ്നവും ക്രൈസ്തവർക്കില്ല ഇന്ത്യയിൽ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? സഭയുടെ രീതി എന്ന് പറഞ്ഞാൽ ആ വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയല്ല, മറിച്ച് എന്ത് ചെയ്യണം? നമുക്ക് സംസാരിക്കണം, നല്ല വാക്ക് സംസാരിച്ച് പരിഹരിക്കണം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഫരീദാബാദ് അതിരൂപതയിലെ സഹായമെത്രാനാണ് ഞാനും എൻ്റെ സഭയിലെ ആളുകളും പുറത്തിറങ്ങി നടക്കുമ്പോൾ വലിയ ആദരവ് കിട്ടുന്നുണ്ട്. എല്ലാവരും ബഹുമാനത്തോടെയാണ് ഞങ്ങളോട് ഇടപെടുന്നത്. ക്രിസ്ത്യാനിക്ക് ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനിയെ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിൽ ആരും പ്രവർത്തിക്കുന്നില്ല എന്നും ഇദ്ദേഹം പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ചിലയിടത്തൊക്കെ ക്രിസ്ത്യാനിക്ക് തല്ല് കിട്ടുന്നുണ്ട്, ചിലയിടത്തൊക്കെ ഈ പാസ്റ്റർമാർക്ക് അടി കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഈ പുത്തൻപറമ്പിലിൻ്റെ അതിരൂപതയിലോട്ട ഉള്ള ബിഷപ്പിനും കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും ഒക്കെ ജനങ്ങളുടെ ബഹുമാനം കിട്ടുന്നു, വേറെ ചിലർക്ക് തല്ല് കിട്ടുന്നു. എന്തായിരിക്കും കാര്യം? സിമ്പിളാണ്, കയ്യിലിരിപ്പ് അല്ലേ? ഞാൻ മര്യാദയ്ക്ക് നടന്ന ആളുകൾ എന്നെ സ്നേഹിക്കും, ക്ഷയിക്കാൻ വരും, കൂടെ കൊണ്ടുപോകും. അതേസമയം ഞാൻ തലതിരിഞ്ഞ് വൃത്തിയോട് കാണിച്ചിട്ട്
വഴിയെ പോകുന്നതിൻ്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കാനും അവൻ്റെ കിറുക്ക് തോണ്ടാനും പോയി ആളുകൾ എന്ത് ചെയ്യും? കൂമ്പിലിടിക്കും. സിമ്പിൾ. അതാണ് പറയുന്നത്, ഞങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? പരാതിക്കാരോട് പുത്തമ്പുരയ്ക്കൽ ബിഷപ്പ് ചോദിക്കുകയല്ലേ, ഞങ്ങൾക്കിതാ കിട്ടുന്നത്, നിങ്ങൾക്ക് അങ്ങനെയല്ല കിട്ടുന്നതെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? വൈദികരാണ്, കന്യാസ്ത്രീകളാണ്, പാസ്റ്റർമാരാണ്, സഭയാണ്, അല്ലേ? ഇപ്പോൾ നോക്കൂ, ഈ എറണാകുളത്ത് സെൻറ്റ് റീത്ത സ്കൂളിലെ വിഷയം ഉണ്ടല്ലോ. അവിടെ എന്താ സംഭവിച്ചത്? BJP-ക്കാർ വന്നിട്ടാണോ ഞങ്ങളുടെ പിള്ളേർക്ക് കുറിയിട്ട് കയ്യിൽ ചരടും കെട്ടി വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാവി ഷാള് വിതച്ച് ഞങ്ങളുടെ പിള്ളേരെ സംബന്ധിക്കണമെന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അല്ലല്ലോ. സ്കൂളിൻ്റെ നിയമാവലി പറയുന്നു, കൃത്യമായി പറയുന്നു, അവിടെ യൂണിഫോമേ പാടുള്ളൂ. 2018 ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധിയുണ്ട്. 19(1) ആർട്ടിക്കിൾ 19 പ്രകാരം ഒരു ന്യൂനപക്ഷ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിന് അവരുടെ സ്ഥാപനം നടത്താൻ അനുവദനീയമായ ചട്ടങ്ങൾ ഉണ്ടാക്കാം, അതനുസരിച്ച് ചെയ്യാം. ആർട്ടിക്കിൾ 21 പ്രകാരം മതവിശ്വാസം വേണം ഒന്നുണ്ട്. ശരി, അതാണിപ്പോൾ ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത്. ശിവൻകുട്ടിയെ കണ്ട് ഇന്നലെ കുറേ ആത്മഹത്യ ചെയ്തു. കാരണം ആദ്യം ശിവൻകുട്ടി പറഞ്ഞു അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ ശിവൻകുട്ടി പറഞ്ഞു, ശിവൻകുട്ടിയോട് തിട്ടൂർ ഇറക്കി, ഉടനെ നാളെ തന്നെ കുട്ടിയെ കയറ്റിയിരിക്കണം, അതും ഹിജാബ് ഇട്ടുകൊണ്ട് കയറ്റിയിരിക്കണമെന്ന്. ഇത് കണ്ടിട്ട് ഇയാൾ 2 തരത്തിൽ പറഞ്ഞപ്പോൾ കുറേ നിന്ന നിപ്പിൽ ഹൃദയാഘാതം വന്ന് ചത്തുപോയി. കാരണം മാറുന്നതിനേക്കാളും വേഗത്തിലാണ് ഇയാളെ നിലപാട് മാറ്റി. ഇന്നിപ്പോൾ വീണ്ടും മാറ്റി. ആ പ്രശ്നമൊക്കെ തീർത്തി കുഴപ്പമില്ലാതെ, പ്രശ്നം സമവായം ഒന്നും ഉണ്ടാക്കില്ല. അതിനിടയ്ക്കാണ് മറ്റേ എറണാകുളത്തിൻ്റെ MP ഹൈബി വന്നിട്ട് എന്താ പറഞ്ഞേ? അത് RSS BJP-ക്കാരുടെ മുതലെടുപ്പിനുള്ള അവസരം നഷ്ടമാക്കി, ഞാൻ പ്രശ്നം പരിഹരിക്കും. എന്ത് പ്രശ്നം പരിഹരിച്ച്? ഹൈക്കോടതി പറഞ്ഞു ഹിജാബ് ഇട്ടുകൊണ്ട് അതിനകത്തോട്ട് കയറ്റരുത്, ആരെങ്കിലും വന്നാൽ സ്കൂളിൻ്റെ പ്രവർത്തനം തടയാൻ ആരെങ്കിലും വന്നാൽ അവൻ്റെ മുട്ടുകാൽ തല്ലി ഒടിക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ സ്കൂളുകാർ ജയിച്ചു. പിന്നെന്ത് പ്രശ്നമാണ് ഹൈബി പരിഹരിച്ചത്? അപ്പോൾ ഞാൻ ഇത് ചോദിക്കാനല്ല, അപ്പോൾ ശരിക്കും ആരാ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? RSS-കാരാ, BJP-ക്കാരാ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് BJP RSS-ൻ്റെ മുതലെടുപ്പിനുള്ള അവസരം പരാജയപ്പെടുത്തി എന്ന് ഹൈബി പറഞ്ഞു? RSS-കാരാണോ അവിടെ ചെന്നത്? അല്ലല്ലോ. BJP-ക്കാരാണോ? SDPI എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വിറയ്ക്കും ആ സകലം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലെ അവസ്ഥ വെച്ചെടുത്ത് നോക്കൂ. കളമശ്ശേരിയിലെ മറ്റേ കന്യാസ്ത്രീകളുടെ കണ്ണീര്, അവിടുത്തെ മാർത്തോമാ ഭവൻ പൊളിച്ചു കളഞ്ഞത്, മറ്റേ കാസർഗോഡ് സ്കൂളിലെ പ്രശ്നം, ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രശ്നം, ഇപ്പോൾ ഇവിടെ തിരുവല്ലത്തെ ഒരു സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതി 2018 പറഞ്ഞത് അവിടെ ഹിജാബ് ഇട്ടൊന്നും കയറണ്ട, യൂണിഫോം ഇട്ട് പഠിച്ചാൽ മുഹമ്മദ് മുസ്താഖ് എന്ന് പറയുന്ന ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജിയുടെ ഉത്തരവ്. ഇത്രയും വിധികൾ ഒക്കെ ഉണ്ടായി, ഇത്രയും സംഭവങ്ങൾ. ആരാണ് സാർ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത, അവരുടെ മതസ്വാതന്ത്ര്യം നടപ്പാക്കാത്ത അന്തരീക്ഷം കേരളത്തിലെങ്കിലും ഉണ്ടാക്കിയത്? പറയാൻ പേടിയാവും മാർക്ക്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഒരു അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഇവിടുത്തെ ഈ KCBC-യുടെ വക്താവൊക്കെ ആയിരുന്ന കക്ഷി ഈ പലസ്തീൻ അനുകൂല സമ്മേളനത്തിൽ പങ്കെടുത്ത് കഫിയാക്കിയിട്ട് പങ്കെടുത്തു. അയാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതായത് യേശുദേവനെ കൊന്നത് ഒരു രാജ്യവും ഒരു സമുദായവുമാണ്, അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ പക്ഷത്താണ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ഇസ്രായേലുമാണ് യേശുവിനെ കൊന്നത്, അതുകൊണ്ട് ഞാൻ ജൂതന്മാർക്കെതിരാണെന്ന് എന്നല്ലേ ഇത് മലയാളം? അതെ. ഇങ്ങനെയുള്ള കുറേ ക്രൈസ്തവർ ഇവിടെയുണ്ട്. ആരാണ് നിങ്ങളുടെ ശത്രുക്കളെന്ന് തിരിച്ചറിയണം. ഏതായാലും ഈ ജോസ് പുത്തൻപറമ്പിൽ മെത്രാനെ പോലെയുള്ള ചില അഭിവന്ദ്യരായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ചില ബിഷപ്പുമാർ ഇന്ത്യയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യാനിക്ക് സത്യം അറിയാം. ക്രിസ്ത്യാനിയെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. എന്തായാലും ഈ പാമ്പ്ളാനി പിതാവ് ഈ പറഞ്ഞ പോലെ ശിവൻകുട്ടിയെ പോലെ ഏതു നിമിഷവും നിറം മാറുന്നൊരു പിതാവാണ്. അദ്ദേഹത്തിന് കത്തോലിക്കരെ മുഴുവൻ കോൺഗ്രസിൻ്റെ കൊണ്ടി കെട്ടാനുള്ള ഒരു നിയോഗം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരികയല്ലേ, നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ. അതാണല്ലോ പറഞ്ഞത്, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലവില്ല എന്ന് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിഷപ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാമ്പ്ളാനിയെ പോലെയുള്ള ആളുകളുടെ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവരെ UDFൻ്റെ പാളയത്തിൽ കെട്ടുക. രാഷ്ട്രീയം പറയുന്ന ബിഷപ്പുമാർ വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ അബിൻ വർക്കി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, അബിൻ വർക്കി സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ച ആളാണ്, ആയില്ല. അബിൻ വർക്കി ഇന്നലെ ചോദിച്ചല്ലോ, ഞാൻ ക്രിസ്ത്യാനി ആയതാണോ കുഴപ്പമെന്ന്? കേട്ടായിരുന്നോ? ആ ചാനലുകൾ വാർത്തയായിരുന്നു, ഞാൻ ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം?
ആ ക്രിസ്ത്യാനിയാണെങ്കിൽ നിന്നെ ആക്കത്തില്ലടേ. ക്രിസ്ത്യാനിയുടെ കഥ കഴിഞ്ഞു കേരളത്തിൽ. കഥ കഴിച്ചത് ആരാന്നറിയോ? നിങ്ങളിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന UDFും LDFും ചേർന്നാണ് നിങ്ങളെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിക്ക് വല്ല അംഗീകാരവും ഇപ്പോൾ വല്ല പരിഗണനയും ഇപ്പോൾ തരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ BJPക്കാരാ. എടുത്തു നോക്ക്. നിങ്ങളോട് സ്നേഹപൂർവ്വം കൈ നീട്ടുന്നത്, നിങ്ങളെ വാരിപ്പുണരാൻ നിൽക്കുന്നത് ആരാണ്? കേരളത്തിലെ BJPക്കാരാ. പിന്നെ പാമ്പളാനിയുടെ ജാഥ നടക്കട്ടെ. ഇനിയിപ്പോൾ പാമ്പളാനി ജാഥ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു. കേരളം മുഴുവൻ ഇങ്ങനെ നടന്നിട്ട് ഇനി ഒരുപാട് ബിഷപ്പ്മാർ, വിഷമല്ല വിഷം എന്ന് അറിയാതെ വന്നു, അവർ വമിപ്പിക്കുന്ന വിഷമാണ്. ഒരുപാട് ബിഷപ്പുമാർ ഇങ്ങനെ വിഷം തുപ്പും. പക്ഷേ അവിടെ ഒരു രജത രേഖ പോലെ നിൽക്കുകയാണ് ഫരീദാബാദ് അതിരൂപത സഹായ മെത്രാൻ പുത്തൻപറമ്പലിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അത് പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ ഒരു മാധ്യമങ്ങളും കാണിക്കത്തില്ല, ഒരു പത്രത്തിലും വരത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.